നമസ്കാരം. ഈ കഥ നടക്കുന്നത് ഒരു അറേബ്യൻ ഗ്രാമത്തിലാണ്. ഒരച്ഛൻ മരണാസന്നനായപ്പോൾ തൻ്റെ 3 മക്കൾക്കുമായി ഒരു വിൽപത്രം എഴുതി വെച്ചു. മറ്റു വസ്തുവകകൾ കൂടാതെ അദ്ദേഹത്തിന് 17 ഒട്ടകങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ഒട്ടകങ്ങളെ മക്കൾ എങ്ങനെയാണ് വീതിച്ചെടുക്കേണ്ടതെന്ന് ആ വിൽപത്രത്തിൽ അദ്ദേഹം വ്യക്തമായി എഴുതിയിരുന്നു. അതിലെ വ്യവസ്ഥ ഇങ്ങനെയായിരുന്നു: മൂത്ത മകന് മൊത്തം ഒട്ടകങ്ങളുടെ 2/1 ഭാഗം, രണ്ടാമത്തെ മകന് മൊത്തം ഒട്ടകങ്ങളുടെ 3/1 ഭാഗം, മൂന്നാമത്തെ മകന് മൊത്തം ഒട്ടകങ്ങളുടെ 9/1. അച്ഛൻ മരിച്ചു, ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. സ്വാഭാവികമായും മക്കൾ വിൽപത്രത്തിലേക്ക് തിരിഞ്ഞു. സ്വത്തൊക്കെ ഭാഗിച്ചെടുത്തു. ഒട്ടകങ്ങളെ വീതിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ ബുദ്ധിമുട്ടിലായി. എളുപ്പത്തിൽ ആ വിഭജനം സാധ്യമാവില്ല എന്നവർക്ക് മനസ്സിലായി. ആകെയുള്ളത് 17 ഒട്ടകങ്ങളാണ്. വിൽപത്ര പ്രകാരം മൂത്ത മകന് കിട്ടേണ്ടത് 17ന്റെ 2/1, അതായത് 8.5 ഒട്ടകം. എങ്ങനെയാണ് ഒരു ഒട്ടകത്തെ പകുതിയാക്കുക? രണ്ടാമത്തെ ആൾക്കാണെങ്കിൽ 17ന്റെ 3/1 5.566 കിട്ടണം. മൂന്നാമത്തെ ആൾക്ക് 17ന്റെ 9/1 1.88 കിട്ടണം. ഒട്ടകങ്ങളെ കൊന്ന് വീതിച്ചെടുക്കുകയോ അല്ലെങ്കിൽ വിറ്റ് പണം വീതിച്ചെടുക്കുകയോ ചെയ്യണം. ഒട്ടകങ്ങളെ കൊല്ലാനോ വിൽക്കാനോ അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. എത്ര ആലോചിച്ചിട്ടും ഒരു പരിഹാരം കാണാൻ അവർക്ക് കഴിഞ്ഞില്ല. മക്കളിൽ ഒരാൾ സമീപത്ത് താമസിക്കുന്ന ഒരു മുത്തശ്ശിയോട് യാദൃച്ഛികമായിട്ട് ഇക്കാര്യം പറയുന്നു. വിൽപത്ര പ്രകാരം ഒട്ടകങ്ങളെ ഭാഗിക്കുമ്പോൾ ഭിന്നസംഖ്യ വരുന്നതാണ് അവരുടെ പ്രശ്നം എന്ന് മനസ്സിലാക്കിയ ആ മുത്തശ്ശി ഒരു പരിഹാരം നിർദ്ദേശിച്ചു. ഞാനൊരു കാര്യം ചെയ്യാം. എൻ്റെ കയ്യിൽ ഒരു ഒട്ടകമുണ്ട്, അതിനെ ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങളുടെ അച്ഛൻ നിങ്ങൾക്ക് തന്ന 17 ഒട്ടകങ്ങൾക്കൊപ്പം ഇതും ചേർത്താൽ 18 ഒട്ടകമാകും. ഈ 18 ഒട്ടകങ്ങളും നിങ്ങളുടേതാണെന്ന് കരുതി ഒന്ന് വീതിച്ചു നോക്കൂ. അയൽക്കാരിയായ മുത്തശ്ശിയുടെ ഒട്ടകത്തെ വെറുതെ കൈപ്പറ്റാൻ ആ മക്കൾ തയ്യാറായിരുന്നില്ല. മുത്തശ്ശി പറഞ്ഞു, നിങ്ങൾ അക്കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കേണ്ട. ഈ ഒട്ടകത്തെ താൽക്കാലികമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഭാഗിക്കൽ പൂർത്തിയാകുമ്പോൾ ഞാൻ എൻ്റെ ഒട്ടകത്തെ തിരിച്ചെടുക്കും. വിശ്വസനീയമായി തോന്നിയില്ലെങ്കിലും മക്കൾ അത് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ തങ്ങളുടെ പിതൃസ്വത്തായ 17 ഒട്ടകങ്ങളോടൊപ്പം മുത്തശ്ശി നൽകിയ ഒരു ഒട്ടകവും കൂടി ചേർത്തപ്പോൾ 18 ഒട്ടകങ്ങൾ. വിൽപത്രത്തിൽ പറഞ്ഞതുപോലെ ആദ്യത്തെ മകൻ 18 ഒട്ടകങ്ങളിൽ 2/1 എടുത്തു, അതായത് 9. രണ്ടാമത്തെ മകൻ 18 ഒട്ടകങ്ങളിൽ 3/1 എടുത്തു, അതായത് 6. മൂന്നാമത്തെ മകൻ 18 ഒട്ടകങ്ങളിൽ 9/1 എടുത്തു, അതായത് 2 ഒട്ടകങ്ങൾ. 9ഉം 6ഉം 2ഉം ചേർന്ന് 17 ഒട്ടകമാണ് അവർ ആകെ വീതിച്ചെടുത്തത്. ഒരു ഒട്ടകം ബാക്കിയായി. ആ മുത്തശ്ശി കൊടുത്ത 18ാമത്തെ ഒട്ടകം. പ്രശ്നം പരിഹരിക്കപ്പെട്ടു. മുത്തശ്ശി തൻ്റെ ഒട്ടകവുമായി വീട്ടിലേക്ക് നടന്നു. അസാധ്യമെന്ന് തോന്നുന്ന പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ പലപ്പോഴും ക്രിയാത്മകമായൊരു ഇടപെടൽ സഹായിക്കും. 18ാമത്തെ ഒട്ടകം അതാണ് തെളിയിക്കുന്നത്. കൊടുക്കുകയും പിന്നീട് അതുപോലെ തന്നെ തിരിച്ചെടുക്കപ്പെടുകയും ചെയ്ത ആ ഒരു ഒട്ടകം അവരുടെ പ്രശ്നം മാന്ത്രികമായി പരിഹരിച്ചു. ഈ പ്രക്രിയയിലൂടെ 3 മക്കൾക്കും അവർക്ക് യഥാർത്ഥത്തിൽ അർഹമായിരുന്നതിനേക്കാൾ കൂടുതൽ ലഭിക്കുകയും ചെയ്തു. ഉദാഹരണത്തിന്, മൂത്ത മകന് 8.5 ഒട്ടകത്തിന് പകരം 9 ഒട്ടകങ്ങൾ കിട്ടി. രണ്ടാമത്തെ ആൾക്ക് 5.66 പകരം 6 എണ്ണം കിട്ടി. മൂന്നാമത്തെ ആൾക്ക് 1.88 പകരം 2 ഒട്ടകങ്ങൾ കിട്ടി. മുത്തശ്ശിയുടെ ഒട്ടകത്തെ അവർ തിരിച്ചെടുക്കുകയും ചെയ്തു. ഇവിടെ ആർക്കും ഒന്നും നഷ്ടപ്പെടുന്നില്ല. എല്ലാവരും ജയിക്കുന്ന വിൻ വിൻ സിറ്റുവേഷൻ. ഈ 18ാമത്തെ ഒട്ടകമാണ് മീഡിയേഷൻ കേന്ദ്ര നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത്. ഇവിടെ മീഡിയേഷൻ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആർബിട്രേഷൻ, നെഗോഷിയേഷൻ, കൺസീലിയേഷൻ എന്നിങ്ങനെ എല്ലാ ബദൽ തർക്ക പരിഹാര മാർഗങ്ങളെയും കൂടിയാണ്. ഒരാൾ തോറ്റാലേ മറ്റേയാൾക്ക് ജയിക്കാനാവൂ, അല്ലെങ്കിൽ ഒരാൾക്ക് ലാഭം കിട്ടണമെങ്കിൽ മറ്റേയാൾക്ക് തുല്യമായ തുക നഷ്ടപ്പെടണം എന്നൊക്കെയുള്ള നമ്മുടെ ധാരണ തെറ്റാണ്. മീഡിയേഷൻ അത്തരത്തിലൊരു സീറോ സം ഗെയിം അല്ല. ആരെയും തോൽപ്പിക്കാത്ത എന്നാൽ എല്ലാവരെയും ജയിപ്പിക്കുന്ന ഒരു തർക്ക പരിഹാര സംവിധാനമാണ് മീഡിയേഷൻ. നിങ്ങളുടെ പ്രശ്നം ആഴത്തിൽ പഠിച്ച് ക്രിയാത്മകമായ പരിഹാരങ്ങൾ കാണുന്നതിന് മീഡിയേഷൻ കേന്ദ്രം നിങ്ങളെ സഹായിക്കും. പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങളില്ല എന്ന് ബാബറി മസ്ജിദ് രാമജന്മഭൂമി പ്രശ്നം പരിഹരിച്ചുകൊണ്ട് സുപ്രീം കോടതി തന്നെ തെളിയിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗം അറിയാം. അതാണ് നിങ്ങളെ സംബന്ധിച്ച് ആത്യന്തികമായ ശരി. നിങ്ങളുടെ എതിർകക്ഷിക്കാണെങ്കിൽ അവരുടെ ഭാഗം ആണ് ഏറ്റവും ശരിയായിട്ടുള്ളത്. കോടതിക്ക് 2 ഭാഗവും കേട്ട് നിയമത്തിൻ്റെ അതിരുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ശരി കണ്ടെത്തേണ്ടി വരും. പക്ഷേ മീഡിയേഷനിൽ 4മതൊരു തലം കൂടി പരിഗണിക്കപ്പെടും: നീതിയുടെയും ധാർമ്മികതയുടെയും പ്രായോഗികതയുടെയും തലം. അത്തരത്തിൽ പ്രശ്നപരിഹാരത്തിൻ്റെ ഒരു 4ാം ഇടം സൃഷ്ടിക്കുകയാണ് മീഡിയേഷൻ കേന്ദ്രയുടെ ലക്ഷ്യം. നിയമത്തിൽ അവഗാഹമുള്ള പരിചയസമ്പന്നരായ അഭിഭാഷകർ നിങ്ങളുടെ പ്രശ്നങ്ങൾ പഠിച്ച് മറുപക്ഷവുമായി സംസാരിച്ച് യുക്തമായൊരു പരിഹാരത്തിലേക്ക് എത്തിച്ചേരാൻ ഇരുകൂട്ടരെയും സഹായിക്കും. സത്യവും സമത്വവുമാണ് മീഡിയേഷൻ കേന്ദ്രയുടെ അടിസ്ഥാന തത്വങ്ങൾ. ഭിന്നിച്ചു നിൽക്കുന്നവരെ ഒന്നിപ്പിക്കുക എന്ന നിയോഗമാണ് മീഡിയേഷൻ കേന്ദ്ര ഏറ്റെടുത്തിരിക്കുന്നത്. മറ്റൊരു പ്രധാന കാര്യം, തർക്കിച്ച് ജയിക്കാനുള്ള നിങ്ങളുടെയോ നിങ്ങളുടെ എതിരാളിയുടെയോ അതായത് എതിർകക്ഷിയുടെയോ
കഴിവോ കഴിവില്ലായ്മയോ പ്രശ്നപരിഹാര നിർദ്ദേശങ്ങളെ സ്വാധീനിക്കില്ല എന്നതാണ്. നിങ്ങളുടെ അഭിഭാഷകരുമായി സംസാരിച്ച് പ്രശ്നങ്ങൾ എന്നേക്കുമായി പരിഹരിക്കൂ. സന്തോഷം ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരൂ. നിങ്ങളുടെ സമയവും ഊർജവും കൂടുതൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിക്ഷേപിക്കൂ. നന്ദി, നമസ്കാരം.